Hello guys, welcome back to my YouTube channel. കണ്ണാടി കുറച്ച് ഓവറല്ലേ, കണ്ണാടി മാറ്റിയേക്കാം. അപ്പം ഇന്ന് ഞാനിങ്ങനെ വിചാരിച്ചു കുറേ നാളായി ഒരു വ്ളോഗ് എടുത്തിട്ട്, അതുപോലെ എപ്പോഴും ഈ ട്രാവൽ വ്ളോഗാണ് ഇടുന്നത്. അപ്പം അതിൽ നിന്നൊരു ചേഞ്ച് വരാൻ വേണ്ടി ഇന്ന് ട്രാവൽ വണ്ടിക്കകത്ത് തന്നെയുള്ളത്. പക്ഷെ ഞങ്ങൾ ട്രാവൽ ചെയ്യുമല്ല, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. അരുട്ട നാട്ടിൽ പോകുന്നുണ്ട്, അപ്പം അതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ കുറേ നാളായി ഷോപ്പിങ്ങിന് പോയിട്ട്. അപ്പം ഞങ്ങൾ ബർമിഹാമിൽ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അപ്പം കോസ്കോയിൽ ഇതുവരെ പോയിട്ടില്ല. കോസ്കോയിൽ നല്ല വിലക്കുറവാണ്, അപ്പം അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമുക്ക് ഷോപ്പിങ്ങിന് പോയിട്ട് എന്തൊക്കെയാണ് മേടിക്കുന്നതെന്ന് നോക്കാം. ആക്ച്വലി ഇവിടെ വണ്ടി നിർത്തിയത് നല്ല വിശക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഒരു ചായ മാത്രം കുടിച്ചിട്ട്. അപ്പോൾ അത് ഗ്രെക്സിൽ കയറിയിട്ട് ചെറിയ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി ഞാൻ അവരെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട്, നല്ല തലവേദനയുണ്ട് ഒന്നും ഭക്ഷണം കഴിക്കാതിരുന്നിട്ട്. ഇവിടെ നല്ല ചൂടായി. ഇപ്പം ഈ ഒരാഴ്ച അടുത്ത ആഴ്ചയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ചൂട്. അതായത് കൂടുതൽ ചൂടെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഇന്നിപ്പോൾ ഒരു 25-26 ഡിഗ്രി, അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചൂട് എന്ന് പറയുന്നത്. ചൂടുണ്ട്, പക്ഷെ നല്ലൊരു ക്ലൈമറ്റ്. സോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ വന്ന് അവർ എന്താ കൊണ്ടുവരുന്നത് നോക്കണം. ഞാൻ പറഞ്ഞു എന്തെങ്കിലും മതി, എനിക്കിപ്പം ഇറങ്ങി വരാനുള്ളൊരിതില്ല, എന്തെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. വരുമ്പോൾ നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു റോള് പോലെ, ഒരു സോസേജ് റോള് കിട്ടി. അപ്പം അരുട്ടൊരു ഹായ് പറയാനുള്ള ഭക്ഷണം കഴിഞ്ഞാൽ ഹായ് എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ടോണിയുണ്ട്, ടോണിയും കോഫി മേടിച്ചിട്ട് വരുന്നുണ്ട്. ടോണി വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ വേഗം കഴിച്ചിട്ട് ഞങ്ങൾ പോട്ടെ, അല്ലേ ഇപ്പം തന്നെ ലേറ്റായി, വേഗം പോട്ടെ. ഞങ്ങൾ കാറ് മാറി, അടുത്ത കാറിൽ കയറി. ഇതാ ഭവ്യ, ഞാൻ, ടോണി, ഞങ്ങളൊക്കെ പുറകിൽ, ഫ്രണ്ടിൽ അജിത്ത് അരുട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ക്ഷീണിച്ചൊരു 1/4 മണിക്കൂർ വണ്ടി ഓടിച്ച് ഞാനല്ല വണ്ടി ഓടിച്ചത്, അരുട്ടൻ വണ്ടി ഓടിച്ച്. അരുട്ടൻ വണ്ടി ഓടിച്ച്, ഞാൻ സൈഡിൽ ഇരുന്ന് ക്ഷീണിച്ച്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം അല്ലേ. തുഷാരയില്ല ഞങ്ങളുടെ കൂടെ, പക്ഷെ തുഷാര വലിയൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. തുഷാര നാട്ടിൽ പോവാണ്. അപ്പൊ തുഷാരയുടെ കല്യാണം, തുഷാരയും ടോണിയുടെയും കല്യാണം ആയതുകൊണ്ട് അവർക്ക് കുറെ സാധനം. തുഷാര ഒന്നായിട്ട് പറഞ്ഞ 2ആയിട്ട് ടോണിച്ചേട്ടൻ മേടിച്ചോണ്ട്. അതെ, അത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പാവ തുഷാര വർക്കിങ്ങിൽ. അപ്പം അടുത്ത ആഴ്ച പോകുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്തു വിടണം തുഷാരയ്ക്ക്. സോ അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങളങ്ങനെ ബർമിഹാമിൽ ബുൾറിങ്ങിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. ടോണിക്ക് ഭാഗം പോയി യൂട്യൂബിലൊക്കെ. ടോണി മണവാളനാണ് ടോണി. അപ്പം ഞങ്ങളിപ്പം എന്താ മേടിക്കേണ്ടത് അങ്ങനെ ഒരു ഐഡിയ ഒന്നുമില്ല, ജസ്റ്റ് ഇറങ്ങി കാണുന്നതൊക്കെ നോക്കിയിട്ട് മേടിക്കണം എന്നുള്ളൊരു രീതിയിലാണ് വന്നത്. ഇനിയിപ്പം പോയി നോക്കട്ടെ. നല്ല വിശക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഉച്ചയായി, 12 മണി കഴിഞ്ഞു. നോക്കട്ടെ, അങ്ങനെ നോക്കിയിട്ട് പോകാം. എന്തേലും എവിടെയെങ്കിലൊക്കെ കയറണം എന്ന് വിചാരിച്ചിങ്ങനെ നടക്കുവാണ്. സോ നമ്മളിപ്പോൾ H&M കയറാൻ വേണ്ടി പോവാണ്. H&M നല്ല ഓഫറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഡ്രസ്സിനൊക്കെ 8 പൗണ്ട് 5 പൗണ്ട്. അപ്പോൾ ഞങ്ങളിത് എവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കുവാണ്. അങ്ങനെ ഞങ്ങളിതാ ഒരു കൊട്ട സാധനം എടുത്തോണ്ടൊരു ബാസ്ക്കറ്റ് കിട്ടിയില്ല, പകരം ഞങ്ങൾ കയ്യിൽ പിടിച്ചോണ്ട്. ഇപ്പം തന്നെ കിഡ് സെക്ഷനിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഇത്രയും കിട്ടി. ഇനി ഞങ്ങൾ ലേഡീസ് സെക്ഷനിൽ പോയിട്ട് എന്താ ഉള്ളത് നോക്കാം. എനിക്കൊക്കെ ഇപ്പം കിഡ് സെക്ഷൻ്റെ ഡ്രസ്സൊക്കെയാണ് ഞാൻ പൊതുവെ ഇടാറുള്ളത്. ഒരു 13 to 14 ഇയേഴ്സൊക്കെയാണ് ഞാൻ പൊതുവെ ഇടാറുള്ളത്. ഇനിയിപ്പം നല്ലൊരു ലേഡീസ് സെക്ഷനോടെ പോകാമെന്ന് വിചാരിച്ച് നോക്കട്ടെ. ഇതാണ് നമ്മൾ ഫസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുന്ന സാധനം. ആക്ച്വലി നല്ല രസമുണ്ട്. രണ്ടാമതിപ്പം ഇത് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയത്, അപ്പം അതിന് ഇറക്കമില്ല. പക്ഷേ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇവിടെ H&M സെയിലുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ബില്ലടിച്ചിട്ട് അരുട്ടർ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന്. സോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ വേഗം ബില്ലടിച്ചിട്ട് H&M വിട പറയുകയാണ്. ഇനിയിപ്പം അടുത്ത കടക്കാറാണ്. H&M ഷോപ്പ് ചെയ്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് മേടിക്കണം എന്ന് വിചാരിച്ചല്ല ഞാൻ വന്നത്, പക്ഷേ എനിക്ക് നല്ല അടിപൊളി 2 കോഡ് സെറ്റ് കിട്ടി. അപ്പം അത് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എടുത്തിട്ട് പോന്നു. അരുട്ടനെ കാണുന്നില്ല. ഇനിയിപ്പം എല്ലാവരെയും തപ്പി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും മുകളിലോട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. സോ അടുത്ത പോയി നോക്കട്ടെ. ഞങ്ങളങ്ങനെ ഇപ്പോൾ റിവർ ഐലൻഡിലെത്തി. ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് നോക്കി എന്തൊക്കെയെല്ലാം കിട്ടുമോയെന്നൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ റിവർ ഐലൻഡിൽ നിന്ന് തോറ്റിറങ്ങി. അവിടെ ഒന്നുമില്ല. അപ്പം ഇറങ്ങുമ്പം കറക്റ്റ് ഫ്രണ്ടിൽ ഒരു ജ്യൂസ് കടയിൽ 3 പേര് നിന്നിട്ട് എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി നോക്കാം. വെയിലുണ്ട്, വെയിൽ. വായി നോക്കി നിൽക്കുവാണ്.
ചൂട് സഹിക്കാൻ പറ്റാതെ ഓരോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലടാ. നല്ല ഒട്ടും കൊള്ളത്തില്ലാതെ ഇനിയിപ്പോ അടുക്കള ഇവിടുത്തെ കഴിഞ്ഞു. ഏകദേശം ഞങ്ങൾ ഇനിയിപ്പോ പുറത്തോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എന്തോ ഒരു എനർജി ബൂസ്റ്റർ എന്ന് പറഞ്ഞ് മേടിച്ച സാധനമായിരിക്കും അല്ലേ? ഫോണ് കൊറേ നേരം കഴുത്തിലിട്ട് പണിയാണ്. ഇതല്ലേ ഇതാണോ പാഷൻ ഫുഡ്? എനർജി ഇല്ല, എനർജി മൊത്തമില്ല. ടേസ്റ്റ് എനർജി നല്ല സാധനം ടേസ്റ്റ് എനിക്ക് എനർജി കിട്ടാത്ത എനർജി പറ്റേ നല്ല സാധനം കഴിക്കുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും. ഫുഡ് കഴിക്കാം മാമ. അപ്പൊ നമ്മള് കൂൾ കൂൾ ഡ്രിങ്കിന് പുറത്തിറങ്ങുവാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോണിൽ എടുത്ത് അകത്ത് ഡബ്ബോ സേഫായിട്ട്. സോ ഇനി പുറത്തിറങ്ങി ബാക്കി ശേഷം പിന്നെ എവിടെയാണ് പോകുന്നത്, ഫുഡ് കഴിക്കാനാണ് പോകുന്നത്, എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല, നോക്കട്ടെ. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടു. ടോണി കുറേ നേരമായി പറയുന്നത് ഇത് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നത്. അതായത് നമ്മുടെ ഈ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ്. റാഗ് മാർക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഇതിനകത്തോട്ട് കയറാൻ പോയത്. ഇവിടെ ഫുള്ള് ചെറിയ ചെറിയ പൈസയ്ക്ക് സാധനം കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ. അതായത് ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഈ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലാട്ടോ. ഞങ്ങളിവിടെ ഒരു സെയിൻറ്റ് മാർട്ടിൻസ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് കണ്ട് അതിനകത്ത് കയറി. ഇവിടെ ഫുള്ള് ചെറിയ പൈസയ്ക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മുടെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അതിൻ്റെ കോപ്പീസ് ആണെന്ന് തോന്നുന്നു. എല്ലാം ഇതിനകത്തുണ്ട് ആക്ച്വലി. നമ്മളപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കയറി. നല്ല തിരക്കുണ്ട്. മുക്കിന് കടകളുണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ നോക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാം. നാട്ടിലെ ടൈപ്പ് ഉടുപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നൈറ്റി എടി, നൈറ്റി ഇടി. അമ്മയ്ക്ക് 2 നൈറ്റി അങ്ങോട്ട് മേടിച്ചോണ്ട് പോയാലോ? നാട്ടിൽ അടേ ഇതടി എടി കാഫ്താൻ 5 പൗണ്ടേ ഉള്ളൂ. ആർക്ക് വേണല്ലോടാ. ഞങ്ങള് ശരിക്കും ഒറിജിനൽ സാധനം 11 പൗണ്ടിന് മേടിച്ച സാധനം ഇവിടെ 5 പൗണ്ടിനുണ്ട്. വെറുതെ എന്തിനല്ലേ? പക്ഷെ ഇതൊന്നും നമ്മളെ സ്കിന്നിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ നമുക്ക് തുണി മെറ്റീരിയൽ എടുത്ത് സാധനം സ്റ്റിച്ച് ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ. അത്ര കുറേ സാധനങ്ങൾ നമുക്ക് നാട്ടിലെ ഷോപ്പിലൊക്കെ പോകുന്ന പോലെയുണ്ട്. ഒരു രക്ഷയില്ല ഇവിടെ. എല്ലാ സാധനവും A-to-Z സാധനങ്ങൾ കിട്ടും നമുക്ക്. അതുമെല്ലാം ചീപ്പായിട്ടുള്ള വിലയ്ക്ക്. ഫൗണ്ടേഷൻ തൊട്ട് എല്ലാം ബ്രാൻഡഡ് നെയിമിലും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്നത്. പക്ഷെ ഞാൻ സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും നമ്മൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമുക്ക് മനസ്സിലാകത്തില്ല ആക്ച്വലി ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഒറിജിനൽ ഏതാണ്. 11-12 പൗണ്ടിൻ്റെ സാധനങ്ങളൊക്കെ നമുക്കിവിടെ 5 പൗണ്ടിനൊക്കെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാം ഉണ്ട് നമുക്കിവിടെ. ഇപ്പോൾ എന്താ ഇവിടെ എൻ്റെ ബാക്കിൽ ഫുള്ള് സ്റ്റിച്ച് ചെയ്യേണ്ട ക്ലോത്ത്സുകളെല്ലാം ഉണ്ട്. ബാഗ്സ് എല്ലാം സാധനവും ഉണ്ട് നമുക്ക്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം അതിന്റെ പേരെന്താ? ജിമ്മി ആൻഡ് സ്പൈസസോ? ജിമ്മി സ്പൈസസ്. അപ്പൊ അവിടെ ഇവര് പറഞ്ഞത് 11.99 12 പൗണ്ടിന് അൺലിമിറ്റഡ് ഫുഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ എനിക്കത് അത്ര വലിയ ഞാൻ കഴിക്കാറില്ലല്ലോ. പക്ഷെ ഇവരെല്ലാരും നല്ല മത്സരിച്ച് പോകുന്നുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും നമുക്ക് നോക്കാം അവിടെ പോയിട്ട് കഴിക്കാനുള്ള ഒരു എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളും. നോർത്ത് ഇന്ത്യൻ ഫുഡാണെന്നാണ് പറഞ്ഞത്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്. പക്ഷെ എന്തൊക്കെയുണ്ടെന്ന് ചെന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇനി ഇവിടെ കയറിയിട്ട് വേണം നോക്കാൻ ഫുഡ് ഉണ്ടോ എന്താ അവസ്ഥ എന്നുള്ളത്. സോ പോയി നോക്കട്ടെ. ലിഫ്റ്റിലൊക്കെ കയറി പോകണം. അങ്ങനെ ഇവിടെ കയറി ഒരു 5 പേരുടെ സീറ്റൊക്കെ പിടിച്ചിരുന്നു. ഇനിയിപ്പോൾ ബുഫയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അവിടെ ഇയാളോട് ചോദിക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ചോദിച്ചു നോക്കട്ടെ എങ്ങനെയാന്ന്. പാനിപ്പൂരി ഉണ്ട് കൈ 5. ഇതൊന്നും സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഉണ്ട്. നമ്മളിതെല്ലാം കഴിക്കാൻ പോവാണ്. ഒരു രക്ഷയില്ല. ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നോൺ സ്റ്റോപ്പായിട്ട്. പോകുന്നു വരുന്നു തന്നെ പരിപാടി. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പം 13.99 പറഞ്ഞാലും അൺലിമിറ്റഡ് ഫുഡ്. ഏത് കോണ്ടിനെന്റൽ കൈൻഡ് ആണ് അല്ലേ? ചൈനീസ് ഉണ്ട് മെയിനായിട്ട്, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല്, അങ്ങനെ നൂഡിൽസ് എല്ലാം ഉണ്ട്. അപ്പം ബർമിഹാമി വരുന്നവർ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അങ്ങനെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇനി നടക്കാൻ പറ്റുന്നില്ല. എങ്ങനെ നടക്കും? വണ്ടിയായിട്ട് വന്നിട്ടില്ല. 14 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നത് മാത്രം നടന്ന് വയറൊന്നും നടന്നിട്ടില്ല. എന്തായാലും ഇനി ഞങ്ങള് സാറ ലക്ഷ്യമാക്കി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് വരാം. പുറത്തെത്തി വെയിലൊക്കെ കൊണ്ടപ്പോ എനിക്ക് കുറച്ച് എനർജി വരുന്നുണ്ട്. വിറ്റമിൻ ഡി കിട്ടിയപ്പം പൊതുവെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളയാളാണ് ഞാൻ. അപ്പൊ അത് കിട്ടിയപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. ഞങ്ങളെല്ലാവരും ഓടുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സാറയൊക്കെ അടച്ച് പോകുന്നുണ്ട്. പിന്നെ തോണിയുടെ കുറെ ചളിയുണ്ട് അല്ലേ? തുഷാര എങ്ങനെ ജീവിക്കുന്നു? തുഷാര ഞങ്ങൾ ഈ ഒരു നിമിഷം ഞങ്ങൾ സ്മരിക്കുന്നത്. അയ്യോ ഇനി വേഗം നടക്കട്ടെ. വെറുതെ സമയം കളയാനായിട്ട് ഇവിടുത്തെ ഐഫോണിന്റെ കടയിൽ വന്നിട്ടുണ്ട്. ഐഫോൺ അല്ല, ആപ്പിളിന്റെ കടയിൽ വെറുതെ ഇരുന്ന് സമയം കളയാൻ. സാറയിലെത്തി. ആണുങ്ങളെ സാറ മെന്നിലോട്ട് പോയി. അപ്പുറത്ത് വേറെ തന്നെ സെക്ഷൻ ഉണ്ട് ആണുങ്ങൾക്ക്. ഞങ്ങളിവിടെ കയറി ജസ്റ്റ് ഒന്ന് നോക്കി കുറച്ച് പെർഫ്യൂംസ് നോക്കാനാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഞങ്ങള് സാറയിൽ നിന്നും ഇറങ്ങി. സാറയിൽ നിന്ന് ആകെ കിട്ടിയത് അയറിക്ക് അരൂട്ടന്റെ പെങ്ങടെ കുട്ടിക്ക് 2-3 ടീഷർട്ടൊക്കെ മേടിച്ചു. ഇനി ഞങ്ങളിപ്പം പ്രൈമാർക്കിലോട്ട് പോവുക. എവിടെ പോയാലും ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങളുടെ പ്രൈമാർക്ക് മാത്രമാണ്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇപ്പൊ പോകുന്നത്. ഇനി അവിടെ പോയിട്ട് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്ന്. ഞങ്ങളങ്ങനെ പ്രൈമാർക്കിൽ കൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എനർജി ഇങ്ങനെ ചോർന്ന് ഒരു ഫുഡ് കഴിച്ചതാണ് പറ്റിപ്പോയത്. ഇപ്പൊ ഒട്ടും എനർജി ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ആഞ്ഞു പിടിച്ച് എങ്ങനെയും തീർത്തിട്ട് പോകണം എന്നുള്ളൊരു രീതിയിലിരിക്കുവാണ്. ഇത് ഞങ്ങൾ തുഷാരയ്ക്ക് കല്യാണത്തിന് സർപ്രൈസ് കൊടുക്കാൻ ടോണിയുടെ തുഷാരയുടെ അല്ല, ഞങ്ങളുടെ 3 ആളുടെ ഫോട്ടോ ഞങ്ങൾ 3 ആളുടെ ഫ്രെയിം ചെയ്യാൻ പോവാണ്. ചൂടോടുകൂടെ അസൂയൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് 3 വരും. അതല്ല, അടിച്ചു പിരിയുമ്പോ എല്ലാ വീട്ടിൽ ഒരുപോലെ. അങ്ങനെ ഞങ്ങൾ ഒരു കൊട്ട സാധനം മേടിച്ചിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് ബില്ലിംഗ് സെക്ഷനിൽ നിൽക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോസ്കോയിൽ പോകാൻ. ഇപ്പൊ തന്നെ 5 മണിയായി. 7 മണിക്ക് കോസ്കോ അടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ കോസ്കോയിൽ പോകും. വേഗം ബില്ല് നല്ലൊരു വലിയ ക്യൂ ഉണ്ട്. അത് താണ്ടി വേണം പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ ഈ ഒരു ബ്രാൻഡ് കണ്ടിട്ടുണ്ട്, മൂഡ് എന്ന് പറയുന്ന ബ്രാൻഡ്. അപ്പം ഇത് ഓൾറെഡി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ഓയില്. അപ്പൊ ആ ഓയിൽ തീർന്നു പോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊന്നുകൂടെ മേടിക്കാമെന്ന് വിചാരിച്ച് വന്നേക്കും. അപ്പം അജിത്തിനും മേടിക്കാൻ ആഗ്രഹം. അപ്പൊ അജിത്തും അങ്ങനെ ഓരോന്ന് മേടിച്ച് ഞങ്ങള് 3 പേര് മേടിച്ച് ഷെയർ ഇട്ടു ലാഭത്തിന്. ഇത്രയും ഷോപ്പിംഗ് ചെയ്തിട്ട് ഇനി നമ്മൾ നേരെ കോസ്കോയിലോട്ട് പോവാണ്. എല്ലാവരും വണ്ടിയിലൊക്കെ കയറി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം കോസ്കോയിലൂടെ പോകാനുള്ള എനർജി ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കോസ്കോയിൽ കയറി ആദ്യമായിട്ട്. അപ്പോൾ ഇവിടുന്ന് ടിവിയുടെ സൈഡിൽ നിന്ന് തുടങ്ങി ബാക്കി ഇവിടെ ഭയങ്കര വിലക്കുറവാണെന്നാണ് പറഞ്ഞത് സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കാർഡല്ല ആക്ച്വലി യൂസ് ചെയ്ത്, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കാർഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിവിടെ കാണുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പം കാണുന്നില്ല, ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ സ്പീക്കർ, വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഫുഡ് ഐറ്റംസും ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്. ഞങ്ങളത് നാട്ടിൽ പോകുന്നുണ്ട്. അരൂട്ടന് നാട്ടിൽ പോകുമ്പം കുറേ ഇതൊക്കെ ഉണ്ടല്ലോ, കുപ്പികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇവിടെ ഭയങ്കര വിലക്കുറവാന്ന് പറഞ്ഞ്. അപ്പം അത് ഒക്കെ മെയിനായിട്ട് നോക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പോട്ടെ. ഇതൊന്നും വേണ്ട, നേരെ നടന്നോ. ഇത് ബബ്ബി എന്തിനിങ്ങനെ ഓരോന്നൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് അത് അടുത്തത് എല്ലാം ഉണ്ടത്. ഇത് ഫുള്ള് ബിയറിന്റെ ലോകത്തേക്ക്. നിങ്ങളാരും മേടിക്കുന്നില്ലേ? ഓ, ഹോട്ട് ബിയർ വേണ്ടെന്ന്. ഇവിടെ ഫുള്ള് ബിയർ കേട്ടോ. എന്റെ വലത് എടുത്ത് മൊത്തം ഫുള്ള് ബിയർ നിറഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് പിസ്താഷ്യോ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പിസ്താഷ്യോ, കാഷ്യൂ നട്ട്, ഇതെല്ലാം ചെറിയ പൈസയ്ക്ക്, അതായത് വലിയ ഫാക്ടറി നമുക്ക് നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ മേടിക്കും, അല്ലെ ഹോൾസെയിലായിട്ട് മേടിക്കും, നമുക്ക് നല്ല ലാഭമുണ്ട്. അങ്ങനെ ഞങ്ങൾ വലിയൊരു കോസ്കോ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇപ്പം തിരിച്ചു പോവാണ്. എല്ലാവരും ടയേർഡായി. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് വേണം
എല്ലാവർക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 459 പൗണ്ട് ചെലവാക്കി ടോണി അക്സെപ്റ്റ് ആവും. തെറ്റാതെ വലിയ ബില്ലെടുത്ത് കൈ വെച്ച. താങ്ക് യു ടോണി. ബില്ലൊന്ന് കാണിച്ചേ. അതാ, അങ്ങനെ എല്ലാം തീർത്ത് നമ്മള് പോവാണ്. ഇന്നത്തെ കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ച് 8 മണിയായി വീട്ടിൽ പോവാണ്. നാളെയൊക്കെ ജോലി ഉണ്ട്. തളർന്ന് കിടക്കുക ടോണിക്ക് ഇന്ന് 500-600 പൗണ്ട് പൊട്ടിയതിന്റെ ഒരു സന്തോഷം ടോണിക്കുണ്ട്. കല്യാണല്ലേ ടോണി, ഇങ്ങനെയൊക്കെ പൈസ പൊട്ടും, പണം പോവും, പ്രതാപം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ടോണിക്ക് ഇനിയിപ്പോ തുഷാരക്ക് വീട്ടിൽ ചിലപ്പോ വേറെ അറ്റക്ക് നമ്മൾ ഇങ്ങനെ കൂട്ടി പറഞ്ഞിട്ടുണ്ട് ടോണി അത് മേടിച്ച് ഇത് മേടിച്ചെന്നൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഇവിടെ അടിയൊക്കെ തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പം വീട്ടിൽ ചെന്ന് ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പം അതിലും വലിയ പ്രശ്നം. അപ്പം എന്തായാലും ഈ വ്ളോഗ് കണ്ട എല്ലാവർക്കും നന്ദി. സോ ഐ വിൽ സീ യു അഗൈൻ വിത്ത് അനദർ വ്ളോഗ്. ബൈ.